കരുതലിന്റെ സ്നേഹസ്പർശം AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ. കനത്ത മഴയിൽ വെള്ളം കയറി കീഴൂർ ചാവശ്ശേരി കൃഷിഭവനിൽ നാശം. ഇന്നലെ രാത്രിയോടെ പെയ്ത മഴയിലാണ് നാശനഷ്ടമുണ്ടായത്. ഇരിട്ടി നഗരസഭയിലെ 21-ാം മൈൽ നടുവനാട് റോഡിൽ പ്രവർത്തിക്കുന്ന കൃഷിഭവനിലാണ് വെള്ളം കയറിയത്. നവീകരണത്തിന്റെ ഭാഗമായി ഷീറ്റ് സ്ഥാപിക്കുന്നതിനായി കൃഷിഭവന്റെ മേൽക്കൂരയുടെ ആസ്ബറ്റോസ് നീക്കം ചെയ്തിരുന്നു. ഇതിനിടെയാണ് അപ്രതീക്ഷിതമായി പെയ്ത മഴയിൽ വെള്ളം കയറിയത്. ഇന്നലെ വൈകുന്നേരം മുതൽ ആരംഭിച്ച മഴയിൽ കൃഷിഭവന്റെ 2-ാം നിലയിൽ വെള്ളം തളം കെട്ടിക്കിടക്കുകയായിരുന്നു. മേൽക്കൂരയ്ക്ക് സ്ഥാപിച്ച സീലിംഗ് അടക്കം നശിച്ചു. വിവരമറിഞ്ഞ് ഇരിട്ടി നഗരസഭാ ചെയർമാൻ വി വിനോദ് കുമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം രാജൻ, കൃഷി ഓഫീസർ KR ജിതിൻ, സുരേഷ് ബാബു, അമൽ, വിമൽരാജ് എന്നിവരും ഡിവൈഎഫ്ഐ പ്രവർത്തകരും സ്ഥലത്തെത്തി കൃഷിഭവന്റെ 2-ാം നിലയിൽ സൂക്ഷിച്ച ഫയലുകളും മറ്റു ഉപകരണങ്ങളും താഴെ നിലയിലേക്ക് മാറ്റുകയായിരുന്നു. 3 മണിക്കൂറോളം സമയമെടുത്താണ് ഫയലുകളും മറ്റും മാറ്റിയത്. വൈദ്യുതി ഇല്ലാത്തതിനാൽ മൊബൈൽ ടോർച്ച് വെളിച്ചത്തിലാണ് 2-ാം നിലയിൽ കെട്ടിക്കിടന്ന വെള്ളം നീക്കം ചെയ്തത്. കൃഷിഭവന്റെ മേലത്തെ മുറിയുടെ റൂഫിംഗ് മാറ്റുന്നതിന്റെ ഭാഗമായിട്ട് പണികൾ നടക്കുകയായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് മേൽക്കൂരയിലുണ്ടായിരുന്ന ആസ്ബസ്റ്റോസ് ഷീറ്റുകൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അപ്രതീക്ഷിതമായി വളരെ ശക്തമായൊരു മഴ, ഏതാണ്ട് 5 മണിക്ക് ശേഷം മഴ പെയ്തത്. ഈ മഴയിൽ അപ്രതീക്ഷിതമായി പെയ്ത മഴയായതുകൊണ്ട് തന്നെ നമ്മൾ ഷീറ്റ് താൽക്കാലികമായി ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിലും വളരെ ശക്തമായി മഴ പെയ്തുകൊണ്ട് വളരെയധികം വെള്ളം കൃഷിഭവന്റെ 2-ാം നിലയുടെ മുകളിലേക്ക് കയറുകയുണ്ടായി. ഉടനെ തന്നെ നമ്മൾ ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർമാൻ ശ്രീ വിനോദ് കുമാറുമായി സംസാരിച്ചു. അപ്പോൾ തന്നെ ഉടനെ തന്നെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ പി ആയിട്ടുള്ള ശ്രീ സുരേഷ്, അതുപോലെ തന്നെ ഡിവൈഎഫ്ഐയുടെ വളണ്ടിയർ ആയിട്ടുള്ള ശ്രീ രാജീവ്, അതുപോലെ ശ്രീ വിമൽ എന്നിവരൊക്കെ ഈ സ്ഥലത്തേക്ക് ഉടനടി എത്തുകയും നമ്മുടെ കൃഷിഭവൻ ഓഫീസിൽ ഉണ്ടായിട്ടുള്ള ഈ വെള്ളക്കെട്ട് എത്രയും പെട്ടെന്ന് തന്നെ രാത്രി തന്നെ നീക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ. മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ.